प्रेज द लॉर्ड। आप सबको जय मसीह की। यीशु में समृद्धि के आज के इस एपिसोड में मैं आप सबका स्वागत करना चाहती हूँ। अगर आप हमें पहली बार देख रहे हैं तो हम हर थर्सडे को सुबह 7:30 से 8 बजे तक इसी चैनल में हर थर्सडे सुबह 7:30 से 8 बजे तक आते हैं। तो अपने दोस्तों को, अपने फ्रेंड्स को, अपने रिलेटिव्स को बताइएगा और मिलके हम सुसमाचार को सुनेंगे। अगर आपने हमारे फेसबुक और यूट्यूब चैनल को लाइक सब्सक्राइब नहीं किया तो डिटेल्स आपको नीचे स्क्रीन में दिखाई दे रहा है, तो उसमें आप जाके सब्सक्राइब कीजिए, लाइक कीजिए और अपने दोस्तों के साथ शेयर कीजिएगा। आइए मिलके हम आराधना करेंगे और आज के वचन को सुनेंगे। ഹല്ലേലൂയ, സ്തോത്രം. ബുക്ക് ഓഫ് ലൂക്കിൽ നിന്ന് ലൂക്കാ സുസമാചാർ അതിൽ നിന്ന് 14 ബുക്ക് ഓഫ് ലൂക്ക് 14 വേഴ്സ് 12 ഓൺവേർഡ്സ് ഞാൻ പഠിക്കാം, ഞാനിതൊന്ന് വായിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കർത്താവിൻ്റെ വചനത്തിൽ ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 12. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാരത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ജീസസ് കിച്ചൺ, പലരും എനിക്ക് ഫോൺ ചെയ്യാറുണ്ട്, ജീസസ് കിച്ചൺ എന്താണ്? കാരണം ഞങ്ങൾ ജീസസ് കിച്ചനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത്. പലരും നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, മലയാളം ഭാഷ അറിയാവുന്ന പലരും എന്നോട് ഫോൺ ചോദിച്ചു, ജീസസ് കിച്ചൺ എന്താണ്? പേരിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. എന്താണ് ജീസസ് കിച്ചൺ? ജീസസ് കിച്ചൺ ഞങ്ങളുടെ ചർച്ചിൻ്റെ, ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ആണ് ജീസസ് കിച്ചൺ. എല്ലാ ദിവസവും 250-നും 300-നും പേർക്ക് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളെ അറിയാവുന്നവരോ നമ്മുടെ ചാർച്ചക്കാരോ റിലേറ്റീവ്സോ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ഫാമിലികൾക്കോ അല്ല, ഞങ്ങൾക്ക് അറിയാത്തവർക്ക്. ഈ കൊടുക്കുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോഗ്രാഫ്സിൽ, വീഡിയോയിൽ നിങ്ങൾക്കറിയാം, ഇവർ പലരും ചർച്ചിൽ വരത്തില്ല. യേശു കർത്താവ് എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. പലരുമായിട്ട് ഞങ്ങൾ സുവിശേഷം ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ള 6 മാസം ലോക്ക്ഡൗൺ സമയത്താണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയത്. കർത്താവ് ആദ്യത്തെ 21 ദിവസം സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. അതിനിടയ്ക്ക് 1-2 ദിവസത്തിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും ചർച്ച് ഓൺലൈൻ പ്രാർത്ഥനയിലും ഇരുന്ന ദിവസം തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ തുടങ്ങാം, ഞാൻ അതിനുള്ള പ്രൊവിഷൻസ് തരാം. ഇന്ന് വരെ എല്ലാ സൺഡേയും മൺഡേയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിൽ 5 ദിവസവും 250-300 പേർക്കടുത്ത് ഞങ്ങളുടെ കിച്ചണിൽ നിന്ന്, നമ്മുടെ ചർച്ചിൻ്റെ കിച്ചണിൽ നിന്ന് ആഹാരം പോകുന്നു. ആദ്യം ദാൽ ചാവൽ കൊടുത്തുകൊണ്ടിരുന്നു, നമ്മൾ ചോറും ദാലും കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കിച്ചടി എന്ന് പറയുന്ന ഒരു ആഹാര സാധനമാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് വളരെ സ്യൂട്ടബിൾ ആണ്. ആർക്കാ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾ. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണാം, ഇവരെല്ലാം ഇവരുടെ അച്ഛനും അമ്മയും കൂടെ എടുക്കുന്നത് എന്ന് വെച്ചാൽ വീടുകളിൽ പോയി വേസ്റ്റ്, ഓഫീസുകളിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്യുന്ന, മാർക്കറ്റിൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന അവർ, ഇത് സർക്കാർ എംപ്ലോയീസ് അല്ല, അങ്ങനെയുള്ള അവരുടെ അച്ഛനും അമ്മയും ആ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയുള്ള ഫാമിലികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കൂടെ ചെയ്യുക. പ്രാർത്ഥിക്കുക. എനിക്ക് തരാനൊന്നുമില്ല, പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥന സഹായം വളരെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ആഹാരം കഴിക്കാൻ വകയുണ്ടെങ്കിൽ ഒരു നേരത്തെ, മാസത്തിൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ 100 രൂപ 200 രൂപ മാറ്റി വെക്കുക. വലിയ കർത്താവ് നിങ്ങളെ കൊണ്ട് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യിപ്പിക്കട്ടെ. ഈ മാസം, ഡിസംബർ മാസം, സ്നേഹം ഷെയർ ചെയ്യേണ്ട നമ്മുടെ കർത്താവ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് 2020 വർഷമായി. ഈ മാസം ഷെയർ ചെയ്യേണ്ട ഹാപ്പിനെസ്, സന്തോഷം ഷെയർ ചെയ്യേണ്ട മാസമാണ്.
ഷെയർ ചെയ്യുക എല്ലാവരുമായി. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളോ പ്രാർത്ഥന സഹായങ്ങളോ പ്രാർത്ഥിക്കാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഫോൺ ചെയ്യുക. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ ടീമിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സുവിശേഷം എല്ലായിടും എത്തട്ടെ. വിശക്കുന്നവന് ആഹാരം കൊടുക്കാം, ഡ്രസ്സില്ലാത്തവന് ഡ്രസ്സ് കൊടുക്കാം. നിങ്ങൾക്കറിയാം, ഈ മാസങ്ങളിൽ നോർത്ത് ഇന്ത്യ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അതീവ കൊടും തണുപ്പാണ്. പലരും നിങ്ങൾ കാണാം തുണിയില്ലാതെ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഡിസംബർ മാസം എല്ലാവരും സ്വെറ്ററും ഇട്ട് സൂട്ടും ബൂട്ടും ഇട്ട് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തുണിയില്ലാതെ ചെരുപ്പില്ലാതെ തണുത്ത സ്ഥലങ്ങളിൽ നടക്കുന്ന കാണാം. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കൂടെ ഈ ഉദ്യമത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ചാരിറ്റി വിങ്ങിൽ, ജീസസ് കിച്ചൻ ഈ ചാരിറ്റി വിങ്ങിൽ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ഫൈനാൻഷ്യൽ സപ്പോർട്ടേഴ്സിനും, ഞങ്ങളെ മോറലി എൻകറേജ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹിന്ദിയിൽ ടീച്ചിങ് തുടങ്ങാൻ പോകുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഹിന്ദി അറിയാമെങ്കിൽ തീർച്ചയായും കാണുക. അറിയാവുന്നവരുമായി ഇന്നത്തെ ഈ ബ്രോഡ്കാസ്റ്റ് എല്ലാ വ്യാഴാഴ്ചകളും രാവിലെ 7:30 AT ഹാർവസ്റ്റ് ചാനലിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. യേശു കർത്താവ് നിങ്ങളെ വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടെ, വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടെ. അഥവാ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്ത്, ഏതെങ്കിലും വ്യക്തി യേശു കർത്താവിനെ അറിയത്തില്ല, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലല്ല ജനിച്ചത്, യേശു കർത്താവിൻ്റെ സുവിശേഷം എന്നോടൊരാൾ ഷെയർ ചെയ്തു, അതുപോലെ നിങ്ങളും ഷെയർ ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കർത്താവ് യേശു കർത്താവ് വളരെ വളരെ അനുഗ്രഹം തരുന്ന ഒരു കർത്താവാണ്, അനുഗ്രഹം തരുന്ന ദൈവമാണ്. അദ്ദേഹത്തിന് അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിനെയും മേലുണ്ടായിരിക്കട്ടെ. गुड मॉर्निंग, प्रेज द लॉर्ड, जय मसीह की। आप सबको स्वागत है आज का यीशु में समृद्धि प्रोग्राम में। आप जानते हैं हर थर्सडे सुबह 7:30 बजे AT हार्वेस्ट टीवी में यीशु मसीह का सुसमाचार प्रचार होगा. अगर आपकी जितनी भी फ्रेंड्स है, फैमिली है जो हिंदी भाषा में कंफर्टेबल है, उन सबको इनवाइट कर लीजिए और शेयर कर लीजिए. परमेश्वर एक अद्भुत विषय आज मेरे साथ शेयर किया हुआ है. मैं चाहता हूँ आज आपके परिवार तक ये पहुंचाने के लिए मेरा इच्छा है. 1-1.5 मिनट मुझे दे दीजिए. जैसे मैं हर बार बोलता हूँ, मैं 1-1.5 मिनट मलयालम में भी कुछ इंट्रोडक्शन देना चाहता हूँ, क्योंकि इस चैनल जो है बहुत सारे लोग साउथ की तरफ से भी देखते हैं. आजकल हिंदी एक नेशनल लैंग्वेज है, बहुत सारे लोग जानते हैं, बट एक मलयालम में भी अपनी भाई बहन को मैं एड्रेस करना चाहता हूँ. फिर हम आएंगे आज की इस वचन से सीखेंगे. प्रेज द लॉर्ड, സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ ഹരീഷ് ഡേവിഡ് ഗോപിനാഥ്. ഞാനും എൻ്റെ വൈഫ് രതിയും കൂടെ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങളുടെ മിനിസ്ട്രി വർക്കിനും എല്ലാ വർക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഫരീദാബാദ് ഹരിയാനയിലുള്ള സ്ഥലത്ത് കർത്താവിൻ്റെ സുവിശേഷം വളരട്ടെ. ഞങ്ങളുടെ ചർച്ച്, നിങ്ങൾ അഥവാ ഡൽഹിയിൽ വരികയാണെങ്കിൽ ഒരു ദിവസം വരിക, വിസിറ്റ് ചെയ്യുക. ഈ വർക്കിന് വേണ്ടി, ഈ സുവിശേഷ വർക്കിന് വേണ്ടി, കർത്താവിൻ്റെ ഈ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. ചെറുതോ വലുതോ പ്രാർത്ഥനാ സഹായമോ എന്താണെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ ഈ സമയത്ത്. എൻ്റെ പ്രാർത്ഥന അതാണ്. ഈ ക്രിസ്മസിൻ്റെ സമയം, സെലിബ്രേഷൻ്റെ സമയം കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ വളരെ വളരെ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ഇംഗ്ലീഷ് അറിയാവുന്നവരോ അല്ല ഹിന്ദി അറിയാവുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ സമയത്ത് ഷെയർ ചെയ്യുക. എല്ലാ വ്യാഴാഴ്ചകളും രാവിലെ 7:30 യേശു കർത്താവിൻ്റെ സുവിശേഷം ഈ AT ഹാർവസ്റ്റ് ചാനലിൽ കൂടെ പ്രസംഗിക്കുന്നതായിരിക്കും. അറിയിക്കുക എല്ലാവരെയും. യേശു അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. हालेलुया, प्रेज द लॉर्ड, जय मसीह की. हम पढ़ेंगे बुक ऑफ डैनियल की किताब, अध्याय 3 वर्ष 16 से लेके 23 तक. बुक ऑफ डैनियल चैप्टर 3 वर्स 16 to 23. मैं अंग्रेजी में पढ़ूंगा, हिंदी में आपको नीचे दिखाई जाएगा. बहुत ध्यान से, क्योंकि परमेश्वर आपकी जिंदगी में, आपके परिवार में एक कार्य करने वाला है और आपको इस वचन का इस टाइम, इस सीजन में बहुत जरूरत है. बुक ऑफ डैनियल चैप्टर 3 वर्स 16 to 23. Shadrach, Meshach and Abednego answered and said to the king, O Nebuchadnezzar, we have no need to answer you in this matter. If this be so, our God whom we serve is able to deliver us from the burning fiery furnace, and he will deliver us out of your hand, O king. But if not, be it known to you, O king, that we will not serve your gods or worship the golden image that have set up. Then Nebuchadnezzar was filled with fury, and the expression of his face was changed against Shadrach, Meshach and Abednego. He ordered the furnace heated 7 times more than it was usually heated. And he ordered some of the mighty men of his army to bind Shadrach, Meshach and Abednego and to cast them into the burning fiery furnace. Then these men were bound in their cloaks, their tunics, their hats, and their other garments, and they were thrown into the burning fiery furnace, because the king's order was urgent and the furnace overheated. The flame of the fire killed those men who took up Shadrach, Meshach and Abednego, and these 3 men, Shadrach, Meshach and Abednego, fell bound into the burning fiery furnace.
मैं और आप ये स्टोरी जानता हूं, बट परमेश्वर आज इस स्टोरी के द्वारा आपसे अद्भुत अनुग्रह एक भरा हुआ वर्ड के द्वारा बात करेंगे। नबुकदनेस्सर एक बहुत बड़ा माइटी किंग था, पावरफुल किंग था। पूरा देशों को उसने तबाह कर लिया, खत्म कर लिया। इज़राइल को भी गया, इज़राइल को भी तोड़ फोड़ कर लिया। उसने क्या किया, इज़राइली देश से तीन डैनियल और उनके तीन दोस्त जो शद्रक मेशक अबेदनगो, इन सबको लेके अपनी देश में लेके आके खोजा बनाया। क्योंकि वो क्या करते थे, जिस देश में जाते, जिस देश को खत्म करते थे, उधर से पढ़े लिखे अच्छा परिवार से, जिसको एडमिनिस्ट्रेशन स्किल से, जो पढ़ता है, समझदार लड़के, परिवार, फैमिली, उनको उठा के अपने देश में लेके आते, उनको ऑफिस में, उसकी किंग पैलेस में सेवा करने के लिए उसको ट्रेन करते थे उन लोगों को। तो उसी में ये तीन बच्चे भी थे, शद्रक मेशक अबेदनगो। इसके बीच में इसने क्या किया, अपनी एक बहुत बड़ा मूर्ति को बनाया, अपनी एक बहुत बड़ा मूर्ति को बनाया और सबको बताया, शद्रक जो सबको बताया, तुम्हें इस टाइम जाके उस मूर्ति के सामने दंडवत करना है डेली। अपनी मूर्ति को, आप जानते हैं यहूदी, मुझे और आपको भी किसी ने बोल दिया मूर्तियों के सामने दंडवत करना। मैं और आप दंडवत नहीं करते, क्योंकि हम यीशु मसीह के सामने दंडवत करते हैं, हम पिता परमेश्वर के सामने दंडवत करते हैं, हम पवित्र आत्मा से आराधना करते हैं। उन लड़कों को भी एक आज्ञा दिया गया, तुम्हें दंडवत करना ही पड़ेगा, तुम्हें दंडवत करना ही पड़ेगा मूर्ति के सामने। उन लड़कों ने बोला हम नहीं करेंगे। आप क्या करेंगे इस टाइम? दो बात मैं आपके साथ आज शेयर करना चाहता हूं, दो बात। इन तीन लड़कों को भी एक फेस करना पड़ा, एक लाइफ में एक ट्रबल्स फेस करना पड़ा। मैं और आप जानते हैं, इनको उठा के उसमें डाला, आग में डाला। दो बात मैं आपसे कहना चाहता हूं। फर्स्ट, ट्रू फेथ इन गॉड विल बी टेस्टेड। मेरे और आपकी विश्वास, जो मैं और आप परमेश्वर में विश्वास करते हैं, हमने वचन से जो बात करते हैं, सब चीज टेस्ट होगा 100%। आपको ये लिखे रखना, अगर यीशु में विश्वास करते हैं, आप बोलते हैं मैं प्रभु में विश्वास करते हैं, आपका, मेरा और आपका फेथ विश्वास 100% टेस्ट होगा ही होगा। आपकी ऑफिस में टेस्ट होगा। आप एक मसीह में आ गए, आपने सोचा आप ब्राइब लेना बंद करेंगे, आप किसी को दबा करके काम नहीं करेंगे, आपको ब्राइब लेने का मौका आएगा। आप सोचेंगे आप व्यभिचार से रास्ते से हटेंगे, क्योंकि आप यीशु में आ गया। आपको दोबारा पोर्नोग्राफी देखने का, ब्लू फिल्म देखने का, गलत काम करने का मौका आएंगे। आपने सोचा आपने दारूबाजी छोड़ दिया, अल्कोहल छोड़ दिया, दोबारा उसी मौका आएंगे, आपको प्रेशराइज करेंगे इन चीजों में जाने के लिए। गलत काम है, आपने चोरी छोड़ दिया, चोरी में जाने के लिए, सट्टा छोड़ दिया, सट्टा में जाने के लिए, आपको दोबारा प्रेशराइज किया जाएगा। मेरे मित्र, आपका ट्रू फेथ, क्योंकि जब तक टेस्ट नहीं करेगा तो विश्वास किस चीज की विश्वास है? अगर हम बोल रहे हैं यीशु मसीह में, जैसे आज इस देश में हम सुसमाचार को प्रचार कर रहे, इतनी अपोजिशन है, परसिक्यूशन है, हमारे बहुत सारे भाई बहन नॉर्थ में अलग अलग जगहों में परसिक्यूट होते जा रहे हैं। विश्वास, हमारा विश्वास को टेस्ट कर रहे हैं, हमें दबाने के लिए कोशिश कर रहे हैं। इसी टाइम हम मसीह में अड़े और खड़े रहते हैं, वही तो हमारा विश्वास दिखाता है। मैं क्रिश्चियन हूं, मैं बाय बर्थ मैं क्रिश्चियन नहीं हूं, मेरा नाम हरीश है, मैं एक हिंदू फैमिली से आता हूं, बट मैं यीशु में विश्वास करता हूं। मेरा फेथ टेस्ट हुआ, हाँ जी बिल्कुल, इनिशियल इयर्स में टेस्ट हुआ, आज भी टेस्ट हुआ। मैं मसीह में आया, उस चीज को क्वेश्चन किया गया, मेरा परिवार वालों ने क्वेश्चन किया गया। मैं कहता हूं आपका भी 100% टेस्ट होगा। इस टाइम आप क्या करोगे? शद्रक मेशक अबेदनगो ने तो झुका नहीं, बोला किंग आपकी इच्छा के अकॉर्डिंगली, अगर आप हमें मारना चाहते हो आप मार लीजिए, आप हमें खत्म करना चाहते हो खत्म कर लीजिए, आपकी मर्जी, बट हम इस मूर्तियों के सामने दंडवत नहीं करेंगे। फर्स्ट, आपकी ट्रू फेथ विल बी टेस्टेड। आपका पहला पॉइंट क्या है? आपका फेथ टेस्ट होगा, टेस्ट होके निकलेगा, तभी तो पता चलेगा आप सोना है, पित्तल है, चांदी है, वुड है, क्या है। मेरा और आपका फेथ विश्वास 100% टेस्ट होगा। दूसरी पॉइंट, आपको दो फैक्ट्स को काउंटर करना पड़ेगा, दो चीज को आपको फेस करना पड़ेगा। एक हाथों में विश्वास, दूसरी हाथों में कॉम्प्रोमाइज। एक हाथ में क्या है? विश्वास। पहला मैंने बोला टेस्ट तो होगा, टेस्ट होने के टाइम में क्या होगा? यू हैव टू फेस टू फैक्ट्स। एक हाथों में विश्वास, दूसरी हाथों में कॉम्प्रोमाइज। आपको भी बोला जाएगा कॉम्प्रोमाइज करो। इन लड़कों को आके उसकी दोस्तों ने, फ्रेंड्स ने, एसोसिएट्स ने क्या बोला? यार क्या हो गया, मूर्तियों के सामने दंडवत करो, क्या हो गया? क्या होता? तुम जानते हैं यहोवा परमेश्वर ही है, सब चीज उसने बनाया, किसी के सामने दंडवत करने से कोई प्रॉब्लम तो नहीं होगा। जान तो बचाएगा, जान हो तो जहान है, तभी हम समझा पाएंगे, तभी हम जी पाएंगे, तभी उनको भी आके बोला होगा तुम तो दंडवत कर लो यार, थोड़ी टाइम करो, थोड़ी टाइम, कुछ तो एडजस्ट कर लो, क्या हो गया? 99 दिन तो तू कलीसिया में जाते, एक संडे जाने मिस हो गया तो क्या होगा? पूरा दिन तो बाइबल पढ़ता है, पूरा साल बाइबल पढ़ता है, एक हफ्ता नहीं पढ़ेगा तो क्या होगा? थोड़ी सी एक चीज के लिए एडजस्ट करो। आप ऑफिस में काम करते होंगे, आप एक सिस्टर होंगे, आपको आके आपकी कोलीग्स बताते होंगे तू बस जाके बॉस के साथ थोड़ी सी सेटिंग कर ले, बॉस के साथ एक कॉफी पी ले, बॉस के साथ एक दिन छुट्टी मनाने जा, किसी को पता ही नहीं चलेगा, तू तो शादीशुदा भी नहीं है, थोड़ी सी कॉम्प्रोमाइज कर तो बहुत बड़ी पोजीशन में जाएंगे। क्या आप प्रमोशन के लिए कॉम्प्रोमाइज करोगे यीशु मसीह के विश्वास?
आपकी क्वालिटी, आपकी नेचर आप करोगे। बहुत सारे लोग कॉम्प्रोमाइज करते हैं, मैं जानता हूं बहुत सारे लोग कॉम्प्रोमाइज करते हैं, अपने विश्वास को कॉम्प्रोमाइज करते हैं। एक लड़की आते कॉम्प्रोमाइज करते, विश्व यीशु मसीह को छोड़ के चले जाते। कि मेरा क्वेश्चन है कि आप कॉम्प्रोमाइज करोगे खुदा को? आपके विश्वास को आप अड़े और खड़े रहोगे या कॉम्प्रोमाइज की जिंदगी जियोगे? चलेगा, देखेगा, करूंगा, या इनके जैसे बोलेंगे नहीं वी हैव फेथ, हम मर गया तो कोई बात नहीं, मरना लाभ जीना लाभ। क्या आप उस ऐसे जैसे विश्वास में अड़े और खड़े रहोगे? मेरे मित्र, अगर आप विश्वास में अड़े और खड़े रहेगा, रिवॉर्ड आपकी होगा। इन लड़कों की जिंदगी में क्या हुआ? अब हमने पढ़ के कहां बंद हुआ? उनको आग की भट्टी में डाला गया। उनके विश्वास टेस्ट नहीं हुआ, जबरदस्त तरीके से टेस्ट हो गया। लड़के तो अभी कहां हैं? अब उस आग की भट्टी में शद्रक मिशक अबेदनगो अभी कहां पे? आग की भट्टी में ऑलरेडी किंग ने डाल दिया, और फर्नेस इतना ओवरहीट हो गया जो उनको फेंकने के लिए गया ओ तक मर चुका है। और आगे वर्ष पढ़ेंगे 24 उसी बुक ऑफ डैनियल चैप्टर 3 वर्स 24 ऑनवर्ड्स। Then King Nebuchadnezzar was astonished and rose up in haste. He declared to his counselors, "Did we not cast 3 men bound into the fire?" They answered and said to the king, "True king." He answered and said, "But I see 4 men unbound walking in the midst of them fire, and they are not hurt, and the appearance of the 4th is like the son of the gods." Then Nebuchadnezzar came near to the door of the burning furnace and declared, "Shadrach, Meshach and Abednego, servants of the Most High God, come out and come here." Then Shadrach, Meshach and Abednego came out from the fire. किंग नेबूकदनेस्सर ने बोला, हमने 3 बंदों को डाला, बट मैं देख रहा हूं 4th, 4 बंदे हैं। कौन है? मेरा आज का प्रचार का मैसेज है, द 4th मैन स्टैंडिंग। किंग उन लड़कों को उठा के डाला 3 व्यक्तियों को, बट जब राजा देखा फर्नेस में, उस आग की भट्टी में, उसको 4 बंदे नजर आया, 4th बंदे। और पूछा कौन है? मुझे एंजल जैसे नजर आ रहा है। मैं कह रहा हूं 4th मैन कौन है? जीसस क्राइस्ट उसका नाम है। जब परमेश्वर ने देखा मेरी विश्वास की नाम लेके उन लड़के को डाला गया, उस आग की भट्टी में डाला गया, यीशु मसीह अपनी सिंहासन को छोड़ के उतर के आया, उस आग की भट्टी में एंटर हो गया। इमीडिएटली, स्प्लिट सेकंड्स में, 1 सेकंड्स में एंटर हो सकता है। मेरे मित्र, जब आप विश्वास के साथ यीशु मसीह के साथ अड़े और खड़े रहेंगे, खुदावंद यीशु सिंहासन को छोड़ के आपकी जिंदगी में एंटर होंगे, आपकी परिवार में एंटर होंगे, आपकी फैमिली में एंटर होंगे, आपके करियर के साथ इन्वॉल्व होंगे। लोग बोलेंगे, अरे हरीश अकेला खड़ा, ये कौन है? दूसरी व्यक्ति हरीश के साथ, और दूसरी व्यक्ति जीसस क्राइस्ट होंगे। आपकी परिवार का नाम लेके बोलेंगे, ये तो अकेला नजर आ रहा है, कौन है इसके साथ दूसरा? इसकी कंपनी 1 नहीं 2 कंपनी है, इसके करियर में इसको सपोर्ट करने वाला कौन है? जीसस क्राइस्ट उसका नाम है। जब आप परेशानियों में होंगे, ट्रबल्स में होंगे, विश्वास जिंदगी में अड़े और खड़े रहेंगे, लिविंग गॉड जीसस क्राइस्ट, किंग ऑफ किंग्स, लॉर्ड ऑफ लॉर्ड, प्रभुओं का प्रभु, सामर्थी प्रभु, अनुग्रहकारी परमेश्वर, दयालु प्रभु, हेवन को छोड़ेगा, आपकी जिंदगी में आएंगे। आपको, आपके लिए मिखाएल, आपके लिए गब्रियल, आपके लिए रफाएल, सारे एंजल्स को रिलीज करेंगे, स्वर्गदूत आपकी जिंदगी में आएंगे। फेथ टेस्ट होने दो, बट गॉड विल स्टैंड विथ यू, जीसस विल स्टैंड विथ यू। इसलिए परेशानियों में, ट्रबल्स में, इश्यू में टेंशन नहीं लेना मेरे मित्र, अड़े और खड़े रहो। विश्वास टेस्ट होने दो, आपकी फेथ टेस्ट होने दो, कॉम्प्रोमाइज नहीं करना विश्वास में। डेली मुझे मौका आता है कॉम्प्रोमाइज करने के लिए, आपको मौका आता है कॉम्प्रोमाइज करने के लिए, बट मैं आज कह रहा हूं कॉम्प्रोमाइज नहीं करना। तब 4th मैन जो उनके साथ खड़ा हुआ, आज आप अकेले होंगे, 2nd व्यक्ति आपकी जिंदगी में आएगा, जीसस विल स्टैंड विथ यू। मेरा लाइफ में हजारों टेस्टिमनीज है, बहुत दुनिया छोड़ के जाता है, फ्रेंड्स छोड़ के जाता है, फैमिलीज छोड़ के जाता है, जिनको आप विश्वास करते हो वो आपको धोखा देता है। आप बट आप अड़े और खड़े रहो। हिंदी में एक गाने, चुपचाप अड़े और खड़े रहो, खुदा की काम देखते रहो। खुदा यीशु काम करेगा आपकी जिंदगी में, बस आपने देखते रहना है। मैं आज कह रहा हूं मेरे मित्र, मेरी माय डियर फ्रेंड, स्टैंड, 4th मैन विल एंटर। आपकी विश्वास टेस्ट तो होगा, बट आपको विश्वास में अड़े और खड़े रहना है। हालेलुया। मेरा प्रार्थना है आज की इस प्रचार को शेयर कर लीजिए। यूट्यूब में भी हमारे अवेलेबल होंगे कुछ दिन के बाद यही प्रचार। टेंपल ऑफ द मोस्ट हाई गॉड चर्च की फेसबुक और यूट्यूब दोनों जगह अवेलेबल होंगे, जाइए शेयर कर लीजिए। और ऑफिस में हर जगह कॉम्प्रोमाइज मत करना, पीछे नहीं हटना, आपकी विश्वास जिंदगी छोड़ के पीछे नहीं जाना, परमेश्वर यीशु को छोड़ के पीछे नहीं जाना, वो आपके लिए महान कार्य करेंगे। हालेलुया। थैंक यू फॉर वॉचिंग। अगले हफ्ते सेम टाइम सेम चैनल 7:30 बजे हम मिलेंगे परमेश्वर यीशु मसीह के सुसमाचार लेके।
പ്രൈസ് ലോർഡ്. സ്തോത്രം. യേശു കർത്താവിൻ്റെ അനുഗ്രഹമുള്ള നാമത്തിൽ ഇന്നത്തെ വചനം ഹിന്ദി അറിയാവുന്ന എല്ലാവരും കേട്ടു, വചനത്തിൽ നിങ്ങൾ പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 5 മിനിറ്റ് കൂടെ സമയമെടുക്കാൻ താല്പര്യപ്പെടുന്നു. ബുക്ക് ഓഫ് മാർക്ക് 16:15. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 15. And he said to them, go into all the world and proclaim the gospel to the whole creation. And he said to them, go into all the world and proclaim the gospel to the whole creation. കർത്താവ് പറഞ്ഞു, എല്ലാ രാജ്യത്തും പോവുക, എല്ലാ സ്ഥലങ്ങളിലും പോവുക, യേശു കർത്താവിൻ്റെ സുവിശേഷം എല്ലാ രാജ്യത്തിലും എത്തിക്കുക. ഞാൻ അങ്ങനെ അറിഞ്ഞു. ഞാൻ ഫരീദാബാദിൽ ഡൽഹിയിൽ വന്ന സമയത്ത് എന്നോട് ഒരാൾ ഷെയർ ചെയ്തു, എന്നോട് യേശു കർത്താവിൻ്റെ സുവിശേഷം ഒരാൾ ഷെയർ ചെയ്തു. അവർ ഈ കമാൻഡ് ഒബേ ചെയ്തു. ആ ചർച്ചും ആ ഗ്രൂപ്പ് ഈ കമാൻഡ് ഒബേ ചെയ്ത കാരണം ഞാൻ യേശു കർത്താവിൻ്റെ ഒരു അന്യജാതിയിൽ നിന്ന് വന്ന ഞാൻ അറിഞ്ഞു യേശു കർത്താവിൻ്റെ സുവിശേഷം. നമ്മൾ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു റോമൻസിൻ്റെ ഒരു അധ്യായത്തിൽ ഒരു ബൈബിൾ വേഴ്സ് കൂടെ പഠിച്ച ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 14. Book of Romans chapter 10 verse 14. How then will they call on him in whom they have not believed? And how are they to be believed in whom they have never heard? And how are they to hear without someone preaching? Romans chapter 10:14 പറയുന്നു, ഒരാൾ എങ്ങനെ അറിയും, ഒരാൾ എങ്ങനെ യേശു കർത്താവിൽ വിശ്വസിക്കും? യേശു കർത്താവിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ലെങ്കിൽ. ശരിയല്ലേ? ഞാൻ യേശു കർത്താവിനെ കുറിച്ച് യേശു എന്ന് കേരളത്തിലുള്ള സമയത്ത് പലരും പറഞ്ഞ് കേട്ടു, പക്ഷേ യേശുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരാൾ സംസാരിച്ച് മനസ്സിലാക്കിയില്ല. ഒരാൾ എങ്ങനെ കേൾക്കും? അഥവാ ഒരാളെ ആരെങ്കിലും വിട്ടില്ലെങ്കിൽ, വിടുക എന്ന് വെച്ചാൽ സുവിശേഷം പറയാൻ ഒരു ചർച്ച്, ഒരു ഗ്രൂപ്പ്, ഒരു സഭ, നമ്മൾ അതിൽ കൈവച്ചില്ല, നമ്മൾ അതിൻ്റെ കൂടെ നടന്നില്ലെങ്കിൽ ഒരാൾ എങ്ങനെ പോയി സുവിശേഷം പറയും? കർത്താവിൻ്റെ സുവിശേഷം എല്ലായിടും എത്തട്ടെ. ഈ ഹിന്ദി ബെൽറ്റിൽ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷം അറിയിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ ടീമും റെഡിയാണ്. ഞങ്ങളുടെ പല പല പ്രൊജക്റ്റുകൾ, ജീസസ് കിച്ചൻ, TV മിനിസ്ട്രി, പല മിനിസ്ട്രികളുണ്ട്. ഏതെങ്കിലും ഒന്നിൽ പാർട്ണർഷിപ്പ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എടുക്കുക. ഞാൻ പറയുന്നില്ല ഒരു ചെറിയൊരു എമൗണ്ട്, വലിയ എമൗണ്ട് എന്നില്ല. എന്ത് കർത്താവ് നിങ്ങളോട് പറയുന്നു ഈ സമയത്ത്, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വാരി വിതയ്ക്കണം, കർത്താവിൻ്റെ സുവിശേഷം വളരട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ചർച്ചിനെ പണിയും, ആരും അതിനെതിരെ നിൽക്കത്തില്ല, ഒരു നരകവാതിലുകളും അതിനെതിരെ നിൽക്കത്തില്ല. കർത്താവിൻ്റെ സുവിശേഷം പണിയാൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും എന്ത് ചെയ്യുന്നു അതിനെ യേശു കർത്താവ് ഓണർ ചെയ്യും. എൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, ഈ സമയത്ത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും അങ്ങയുടെ സുവിശേഷത്തിനായി കൈവെക്കുന്ന, അങ്ങയുടെ സുവിശേഷത്തിനായി അനുഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെ, അത് 1 രൂപയാണോ 1 ലക്ഷമാണോ 1 കോടിയാണോ ഞാൻ അറിയുന്നില്ല കർത്താവേ, പക്ഷെ അങ്ങ് അറിയുന്നുവല്ലോ. ആ എല്ലാ കുടുംബക്കാരെ അനുഗ്രഹിച്ചുയർത്തണമേ. അവരുടെ മേളിൽ അങ്ങയുടെ ദയ ഉണ്ടായിരിക്കണമേ. അവരുടെയും നെഹമായ പ്രാർത്ഥിച്ച പോലെ എന്നെ ഓർക്കണമേ. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ്, ഈ കുടുംബങ്ങളെ ഓർക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ബൈ ബൈ. പ്രൈസ് ദി ലോർഡ്.